എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നെക്സ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, അതായത് 5ാമത്തെ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ, അതായത് ഡിസംബർ 30-ാം തീയതി മുതൽ ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടി, അതായത് LBS മുഖേന ഈ ഒരു ഡിപ്ലോമ അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു കോളേജിൽ നിന്നുള്ള NOC, അതായത് നോൺ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ്, അതായത് കോളേജിൽ നിന്നുള്ള എതിർപ്പില്ല രേഖ, അതായത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ LBS ഡിപ്ലോമ അലോട്ട്മെൻറ്റ് വഴി നേടിയിട്ടുള്ള ആ ഒരു കോളേജിൽ, അതായത് അഡ്മിഷൻ നേടിയ കോളേജിൽ നിന്നും നിങ്ങൾ നൽകിയുള്ള ഡോക്യുമെൻസും അതുപോലെ തന്നെ നിങ്ങൾ നൽകിയുള്ള ഫീസും അതുപോലെ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് കോളേജിൽ നൽകുന്ന ഉറപ്പാണ് NOC എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് കോളേജ് ഒഴികെയുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് NOC അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് നിർബന്ധമായിട്ടുള്ളത്. ചില കോളേജ് NOC ഓൾറെഡി വെബ്സൈറ്റ് വഴി തന്നെ ഇഷ്യൂ ചെയ്ത് നൽകാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് NOCയുടെ ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിലവിൽ എവിടെയും അഡ്മിഷനൊന്നും നേടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സാധാരണഗതിയിൽ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ തന്നെ ഓപ്ഷൻസ് നൽകുക. അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻസ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അഡ്മിഷൻ നേടിയിട്ടില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി വരുന്ന ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ മുൻ അലോട്ട്മെൻറ്റുകളിലൊക്കെ, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിൽ അത് മുൻകൂട്ടി തന്നെ വെബ്സൈറ്റിൽ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ അത് പ്രത്യേകിച്ച് സൂചിപ്പിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ അത് നാളെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ഓപ്ഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുകയില്ല എങ്കിൽ നേരത്തെ തന്നെ അതേക്കുറിച്ചുള്ള അറിയിപ്പ് വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. അത് ഈ ഒരു മുൻപത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ശേഷം വെബ്സൈറ്റിൽ ആ ഒരു അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വേക്കൻസി ലിസ്റ്റിൻ്റെ കാര്യം. വേക്കൻസി ലിസ്റ്റ് സാധാരണ അതായത് ജനുവരി 1-ാം തീയതിയോടെ വരാനാണ് സാധ്യത. അതല്ലെങ്കിൽ നാളെയോടെ വരും. കാരണം സാധാരണഗതിയിൽ വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അവസാനിക്കാനാവുന്ന ആ ഒരു സമയത്തോട്ടാണ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള ഏതൊരു കോളേജും കോഴ്സും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് വെക്കാം. കാരണം ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വേക്കൻസിയിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി നേരത്തെ നേടിയ ആ ഒരു കോളേജിൽ വേക്കൻസി വരും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ആ ഒരു കോളേജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള ഏതൊരു കോളേജും കോഴ്സുകളും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള കോളേജും കോഴ്സുകളും മാത്രമായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ, അതായത് ഡിസംബർ 30-ാം തീയതി മുതൽ ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാക്കുക. അതിനുശേഷം ജനുവരി 2-ാം തീയതിയോടെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ തന്നെയാണ് ഓപ്ഷൻ നൽകേണ്ടത്. LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ഐ ഡി നൽകുക, പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അവിടെ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്റ്റർ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവിടെ NOC അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാകും. അതുപോലെ ചൂസ് ഫയൽ അപ്ലോഡ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കോളേജിൽ നിന്ന് പുതിയ NOC, അതായത് ചില കോളേജ് NOC ഓൺലൈനായിട്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കോളേജിൻ്റെ പേര്, അതായത് കോളേജിൻ്റെ ഒരു കോഡ് കൂടി, അതായത് കോഡ് നെയിം കാണാൻ സാധിക്കും, NOC ഇഷ്യൂഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ കാണിക്കുന്ന വിദ്യാർത്ഥികൾ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. അതേസമയം അങ്ങനെയൊന്നും കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ NOC അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ആ ഒരു പേജിൽ അവൈലബിൾ ആണ്. അവിടെ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് NOC നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതും അതിനുശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ഒരു NOC അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. കോളേജ് NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും, അതായത് വെബ്സൈറ്റ് വഴി NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്
അതിനുശേഷം നിങ്ങൾക്ക് ഈ നിലവിൽ എവിടെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തതും അതുപോലെ അഡ്മിഷൻ നേടാത്തതുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു NOCയുടെ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻസ് നൽകാനുള്ള ആ ഒരു ഭാഗം മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങൾക്ക് താല്പര്യമുള്ള അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രം നിങ്ങളുടെ പ്രയോറിറ്റി ബേസ് അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾ അത് സേവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്റ്റഡ് ചെയ്തിട്ടുള്ള കോളേജ് കോഴ്സുകൾ അവിടെ താഴെയായിട്ട് നിങ്ങളുടെ സെലക്റ്റഡ് കോളേജ് കോഴ്സ് ലിസ്റ്റിൽ വരുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുക്കാം, അതല്ലെങ്കിൽ പ്രിൻ്റ് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കേണ്ടതില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയത് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. നിങ്ങൾ ഏത് രീതിയിൽ ഓപ്ഷൻ എഡിറ്റ് ചെയ്താലും ഡിലീറ്റ് ചെയ്താലും അത് സേവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ അതിൻ്റെ ആ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയും മാത്രമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിട്ടുള്ളത്. ഈ ഒരു ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ നിങ്ങൾ ഓപ്ഷൻ നൽകിയ ശേഷം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ വന്നിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സസ് മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.